ജനുവരി 1 ന്യൂ ഇയർ ആഘോഷമായി വളരെ ആവേശത്തോടുകൂടെ നാം ആഘോഷിക്കുന്നു. ഒരുപാട് ആഘോഷ പരിപാടികൾ അതിൻ്റെ പേരിൽ നാം സംഘടിപ്പിക്കുന്നു, ന്യൂ ഇയർ കൈമാറുന്നു. ഇതുപോലെയുള്ള ഒരുപാട് സംഗതികൾ ഇന്ന് ലോകത്ത് നടന്നു വരുന്നു. പക്ഷേ ഇസ്ലാമിക ദൃഷ്ട്യ അങ്ങനെ ഒരു ആശംസ കൈമാറ്റവും അങ്ങനെ ആഘോഷവും ഇല്ല. ഇസ്ലാമികപരമായി വർഷം പൂർത്തിയാകുന്നത് ദിൽഹിജ്ജ മാസത്തോടെയാണ്. 12 മാസം പൂർത്തിയാവുകയും മുഹറത്തോടുകൂടെ 1 മാസം തുടങ്ങുകയാണ്. ഇവിടെ നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമികമായ ഒരുപാട് കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് വർഷത്തിന്റെ കണക്ക് പറഞ്ഞും മാസത്തിന്റെയും ദിവസത്തിന്റെയും കണക്ക് പറഞ്ഞ് നാം ആരാധനയുടെ വ്യത്യസ്ത കാര്യങ്ങൾ നിർണയിക്കുന്നുവെങ്കിൽ ആ വർഷം ഹിജ്റ വർഷമാണ്. നേരെ മറിച്ച് ക്രിസ്തു വർഷമായി നാം കണക്കാക്കുന്ന ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ ജനനം, ആ ജനനത്തിന്റെ തീയതി നാം കണക്കാക്കേണ്ടത് ഡിസംബർ 1 പ്രസവിച്ചു അല്ലെങ്കിൽ ജനുവരി 10 പ്രസവിച്ചു എന്ന് പറയുന്നതിന് പകരം മുസ്ലിമീങ്ങളായ നാം കണക്കാക്കേണ്ടത് മുഹറം 5 പ്രസവിച്ചു, റബീഉൽ അവ്വൽ 20 പ്രസവിച്ചത്. ആ കണക്ക് വെച്ചാണ് നമ്മുടെ കുട്ടിയുടെ വയസ്സ് നാം കണക്കാക്കേണ്ടതും മറ്റൊരാളോട് പറയേണ്ടതും. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയിൽ നാം ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. 15 വയസ്സായാൽ നിസ്കരിക്കൽ നിർബന്ധമാണ്. ഈ 7, 10, 15 എങ്ങനെയാണ് നാം കണക്കാക്കേണ്ടത്? അത് ഹിജ്റ വർഷത്തിന്റെ കണക്കു പ്രകാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെ മെൻസസുമായി ബന്ധപ്പെട്ടതും, അതുപോലെ ഭർത്താവ് മരിച്ചാൽ സ്ത്രീയുടെ ഇദ്ദ, ഇങ്ങനെയുള്ള ഇസ്ലാമികമായ എല്ലാ കണക്കുകളും അത് ഇംഗ്ലീഷ് മാസത്തിന്റെ കണക്കനുസരിച്ചല്ല നാം നിർണ്ണയിക്കേണ്ടത്, മറിച്ച് ഇസ്ലാമികമായ ഹിജ്റ വർഷമാണ് നാം അവിടെ കണക്കാക്കേണ്ടത്. ഇങ്ങനെ ഈ ഹിജ്റ വർഷത്തിന് മുസ്ലിമീങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ഹിജ്റ വർഷം എങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് വന്നത്? ഏത് കാലം മുതലാണ് ഹിജ്റ വർഷത്തെ ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായി നിർണയിക്കൽ തുടങ്ങിയത്? ആരാണ് ഹിജ്റ വർഷത്തെ ആദ്യമായി കണക്കാക്കി തുടങ്ങിയത് എന്നുള്ള ഒരുപാട് സംഗതികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. ഹിജ്റ 1 വർഷം, ഹിജ്റ 2 വർഷം എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഈ രൂപത്തിലുള്ള ഒരു കണക്കാക്കൽ വരുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിലാണ് ഒരു ഏകീകൃതമായ ഒരു കലണ്ടർ ഇസ്ലാമിക ലോകത്ത് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ പോയ വർഷം അത് മുതലാണ് ഹിജ്റ 1, 2 എന്ന് കണക്കാക്കി ഇതുവരെ നാം വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നല്ല, പ്രാരംഭമായ ചില കാര്യങ്ങൾ മാത്രം ഉണർത്തു എന്ന് മാത്രം. അതോടുകൂടെ ഇങ്ങനെ മുഹറം, ഈ ഇസ്ലാമികമായ വർഷം കണക്കിന് മുസ്ലിങ്ങളുടെ കർമ്മപരമായി അതുപോലെ തന്നെ വിശ്വാസപരമായും അഭേദ്യമായ ബന്ധം കൊണ്ട് എന്നുള്ളതോട് കൂടെ തന്നെ
നേരത്തെ ഞാൻ ഉണർത്തിയതുപോലെ ഇസ്ലാമിൽ ഒരുപാട് നിർണായകമായ ചരിത്ര സംഭവങ്ങൾ മഹാന്മാരായ അംബിയാ മുർസലുകളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയവും അതുപോലെ തന്നെ മുസ്ലിം സങ്കടകരമായ ഒരുപാട് സംഭവങ്ങളും ഈ മുഹറം മാസത്തിലുണ്ടായിട്ടുണ്ട്. മുഹറം 9, 10 എന്നീ ദിനങ്ങൾ നാം എല്ലാവരും നോമ്പ് നോറ്റ് ആഘോഷിക്കുന്നവരാണ്, നാം ആചരിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. അതിനൊരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാനായ നിസാമി ഉസ്താദ് അത്തരം വിഷയങ്ങളിലേക്ക് നമ്മെ ബോധ്യപ്പെടുത്തും. ദീർഘമായി സംസാരിക്കുമെന്ന് ഞാൻ എന്റെ സ്വാഗത ഭാഷണം നിർത്തുകയാണ്. നാം ഒരുപാട് മാസങ്ങളായി, 2 വർഷങ്ങളായി നാം തുടർന്നു വരുന്ന ഈ ക്ലാസ് അൽഹംദുലില്ലാഹ് ഖിയാമത്ത് നാൾ വരെ സന്തോഷകരമായ രൂപത്തിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഓഡിറ്റോറിയത്തിന്റെ ഉടമകൾ, അതുപോലെ തന്നെ മാക്സ് ഓഡിറ്റോറിയത്തിന്റെ ഉടമകൾ, ഇവർ നമുക്ക് വേണ്ടി ക്ലാസ് നടത്താൻ സൗകര്യം ചെയ്യുന്നവരാണ്. അവരോട് നമുക്ക് അഭേദ്യമായ കടപ്പാടുകളും ബാധ്യതകളുമുണ്ട്. അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ബാധ്യതകളും കടപ്പാടുകളും നിർവഹണവും അത് പ്രാർത്ഥന മാത്രമാണ്. ഈ സദസ്സിൽ എല്ലാ മാസവും ദുആ ചെയ്യാറുണ്ട്, അതിൽ നാം ഒതുക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആരാധനകളിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി, ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു തരുന്നവർക്ക് വേണ്ടിയും, അതുപോലെ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർക്ക് വേണ്ടിയും, സംഘാടകർക്ക് വേണ്ടിയും, നമുക്ക് ക്ലാസുകൾ നടത്തി തരുന്ന ഉസ്താദുമാർക്ക് വേണ്ടിയും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരന്മാരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സുന്നി സെന്ററിന്റെ കീഴിൽ വ്യത്യസ്തങ്ങളായ കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവരം നിങ്ങൾക്കൊക്കെ അറിയാം. എല്ലാ മാസവും സ്വാന്തന റേഷൻ പദ്ധതി 31 കുടുംബത്തെയാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് എന്നും പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നും. പക്ഷേ മറ്റു പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അത്ഭുതപ്പെടുന്നു. എങ്ങനെ നിങ്ങൾക്ക് 31 കുടുംബത്തിന് എല്ലാ മാസവും നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നു എന്ന അത്ഭുതത്തോടെ പറയുമ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, 11 നിത്യരോഗികൾക്ക് നാം അവരുടെ മരുന്ന് ഫ്രീ ആയി എല്ലാ മാസവും നൽകുന്നു. ഇതൊക്കെ എങ്ങനെ നടത്തിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് ആണ് അവരോട്. ഇവിടെ വരുന്ന ഉമ്മമാരും ഇവിടെ വരുന്ന സഹോദരന്മാരും അതുപോലെ സഹോദരന്മാരുമാണ് അതിന്റെ എല്ലാം ഇവരാണ് നിയന്ത്രിക്കുന്നത്. ഈ ക്ലാസ്സിന് വരുന്ന ഉമ്മമാരും അതുപോലെ തന്നെ സഹോദരന്മാരും സാമ്പത്തികമായി ചെറിയ സംഖ്യകൾ നൽകിയും അതുപോലെ പല നിർദ്ദേശങ്ങൾ നൽകി ഇതിന് പ്രചോദനം നൽകുന്നത് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് നാം അവരോട് പറയുന്നു. അപ്പോൾ അത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്നവർക്ക് വേണ്ടി ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്നതിന് പുറമെ നിങ്ങളും ദുആ ചെയ്യണം. അതുപോലെ എല്ലാ ശനിയാഴ്ചയും നമ്മുടെ സുന്നി സെന്ററിൽ വെച്ച് സുബഹി നിസ്കാരത്തിന് ശേഷം ഖുർആൻ ക്ലാസ് നടക്കുന്നു. 40ന്റെ അടുത്ത് നല്ല യുവാക്കൾ ആ ക്ലാസ്സിന് പങ്കെടുക്കുന്നു. സാന്ദർഭികമായി ഉണർത്തുന്നു, ഇവിടെ മുടങ്ങാതെ എല്ലാ ക്ലാസ്സിലും വരുന്ന ഉമ്മമാരും സഹോദരിമാരുമുണ്ട്. അവർക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. ഇന്നു മുതൽ എന്റെ ഭർത്താവ്, എന്റെ ഉപ്പ, എന്റെ മകൻ, അവർ സുന്നി സെന്ററിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സിന് നിർബന്ധമായും പങ്കെടുക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നിങ്ങളുണ്ടാവണം. നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ സുന്നി സെന്ററിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുക. അവിടെ വന്നാൽ ഒരുപാട് ഗുണങ്ങൾ ദീനിയായി അതുപോലെ തന്നെ ഒരുപാട് സാംസ്കാരികമായും ധാർമ്മികമായും ഒരുപാട് ബോധം ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അതുപോലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഉപ്പമാർക്കൊക്കെ ഉണ്ടാവാൻ വേണ്ടി അതിൽ പങ്കെടുപ്പിക്കൽ നിങ്ങളുടെ ഒരു നിർബന്ധ ബുദ്ധിയായി നിങ്ങൾ കണ്ട് അതിലേക്ക് എല്ലാ ശനിയാഴ്ചയും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞേക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം ഉണർത്തി ഞാൻ നിർത്തുകയാണ്.
ഇവിടെ നമുക്ക് മുഹറം മാസത്തിന്റെ മഹത്വവും പവിത്രതയും വിവേചനം ചെയ്യാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദ് അവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമുക്കൊക്കെ പരിചയമുള്ളവരാണ്. നമുക്കൊരുപാട് ക്ലാസുകൾ ഫാത്തിഹ സൂറത്ത് സ്ഥിരമായി തുടർച്ചയായ ഒരുപാട് ക്ലാസുകൾ നമുക്ക് നേതൃത്വം നൽകിയ ഉസ്താദ് അവറുകളാണ്. അതുപോലെ ഉസ്താദ് അവറുകൾ ഒരു ഉംറ സർവീസിന്റെ അമീറും കൂടിയാണ്. ബിസ്മി ഉംറ ഇൻഷാ അല്ലാഹ് ഈ മാസം അടുത്ത മാസം 22-ാം തീയതി ഫസ്റ്റ് ബാച്ച് ഉസ്താദിന്റെ നേതൃത്വത്തിലായി പോകുന്നുണ്ട്. നമ്മുടെ പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഉംറ സർവീസിൽ പങ്കെടുത്തവരാണ്, പോയവരാണ്. അവർക്കൊക്കെ അറിയാം അവരുടെ നേതൃത്വത്തിന്റെ ആ ഉംറ സർവീസിന്റെ ആത്മീയ അനുഭൂതി അനുഭവിച്ചവരാണ്. അപ്പോൾ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മാസമാണെങ്കിലും അടുത്ത മാസങ്ങളിലാണെങ്കിലും അത് നമ്മുടെ ഉസ്താദുമായോ അല്ലെങ്കിൽ സുന്നി സെന്ററിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ ആ ഇബാദത്തിന് വളരെ ഇഖ്ലാസോടുകൂടെയുള്ള ഒരു നേതൃത്വമാണ്. അതിന് ആരോഗ്യമുള്ളവരൊക്കെ ബന്ധപ്പെടണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുപോലെ ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ സഹോദരന്മാർക്കും ഒറ്റവാക്കിലും സ്വാഗതം അറിയിച്ച് ഉസ്താദ് അവറുകളെ ഈ ക്ലാസ് നിയന്ത്രിക്കാൻ വേണ്ടി ആത്മീയമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد يريد أجل الصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث موسى إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. صدق الله العظيم وصدق وبلع رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فقد قال نبينا وسيدنا محمد صلى الله عليه وسلم أفضل الصيام بعد شهر رمضان شهر الله الذي تدعونه المحرم. سيدنا محمد رسول الله صلى الله عليه وسلم. وأفضل الشهور بالإطلاق شهر الصيام فهو ذو السباق فشهر ربنا هو المحرم فرجب فالحجة المعظم فقعدة فبعده شعبان وكل ذا جاء به البيان. اللهم صل وسلم وبارك عليه.
ബഹുമാന്യരായ ഉസ്താദുമാരെ, മഹത്തായ നമ്മുടെ ക്ലാസ്സിൽ എത്തിച്ചേർന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഗുണം ലഭിക്കുന്ന, അല്ലാഹു പൊരുത്തപ്പെടുന്ന നമ്മിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വർഷ കലണ്ടറിലെ പ്രഥമമാസമാകുന്ന മുഹറം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു മാസമാണ്. അതിനെ സംബന്ധിച്ച് ബഹുമാന്യനായ ജഅഫർ അസ്ഹരി ഉസ്താദ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. മുഹറം എന്ന് കേൾക്കുമ്പോൾ നമ്മിൽ പല ആളുകൾക്കും എന്തോ ഒരു പേടിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, മകളുടെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ട്, നിശ്ചയം കഴിഞ്ഞു. അപ്പോൾ ചെക്കൻ ഗൾഫിലാണ്, ഒരു മാസം കഴിഞ്ഞാൽ മുഹറം കഴിഞ്ഞ് നല്ല ഒരു ദിവസം പറഞ്ഞായിരുന്നു. മുഹറം കഴിഞ്ഞിട്ട് നല്ലൊരു ദിവസം. അതില് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല, വീടുവിക്കൽ നടത്താൻ പാടില്ല, കച്ചവടം തുടങ്ങാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണ നമുക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ ഒന്ന് വ്യാപകമായി പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. മുഹറം കഴിഞ്ഞിട്ട് നല്ലൊരു ദിവസം, ഇനി അങ്ങനെ ഇല്ലെങ്കിൽ മുഹറം 10 കഴിഞ്ഞിട്ടൊരു ദിവസം, മുഹറം 10 കഴിഞ്ഞിട്ട് നല്ലൊരു ദിവസം. ഇങ്ങനെ പല നിലക്കും മുഹറത്തിനെ സംബന്ധിച്ച് അത് എന്തോ ഒരു ബറക്കത്തില്ലാത്ത ഒരു മാസമാണ്, ഒരു ഗുണമില്ലാത്ത ഒരു ദിവസമാണ് എന്ന അർത്ഥത്തിൽ പല ആളുകളും മുഹറം മാസത്തെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. വഫീഹി തസബ്ബജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ, ആദ്യത്തെ ഭാര്യ, റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മുഹറത്തിലാണ് നബി തങ്ങളുടെ ആദ്യത്തെ വിവാഹം. വല്ല ബർക്കത്തിനും കുറവുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരുപാട് ബർക്കത്ത് ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഖദീജ ബീവിയിൽ നിന്നാണ്. മുഹറം മാസത്തിൽ കല്യാണം കഴിച്ച ഖദീജ ബീവിയിൽ നിന്നാണ് റസൂലുള്ളാഹിക്ക് എല്ലാ ബർക്കത്തും ഉണ്ടായത്. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനം അതിന്റെ ഗുണം അത് ലഭിക്കുക എന്നുള്ളതാണ്. കുറെ സമ്പത്തുണ്ട്, കുറെ സൗകര്യങ്ങളുണ്ട്, പക്ഷെ ഒന്ന് ആസ്വദിക്കാനോ അനുഭവിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ അതിന് ബർക്കത്ത് കുറെ ഉണ്ടാവണമെന്നില്ല, കുറച്ചുണ്ടായാൽ മതി, ഉള്ളതിൽ ബർക്കത്ത് ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉള്ളതിൽ അള്ളാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിലെല്ലാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ തൃശ്ശൂര് പാടൂക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയപ്പോൾ എല്ലാ മാസവും സ്കൂൾ ഓഫ് ഖുർആന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഈ പള്ളിയിൽ എന്താ ഇൻവെർട്ടർ ഇല്ലേ? ഉസ്താദേ, നമ്മൾ ഇൻവെർട്ടർ വാങ്ങിയിട്ടില്ല. അപ്പൊ നമുക്കതൊരു മാർഗം ഉണ്ടാക്കണം, ഇൻവെർട്ടർ വാങ്ങാനുള്ള കാര്യം നമുക്ക് ഇവിടെ തന്നെ തയ്യാറാക്കാം എന്ന് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു കരീം എന്ന് പറയുന്ന ഒരു സഹോദരൻ, അള്ളാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ, അയാൾ പറഞ്ഞു, ഉസ്താദേ, ഞാൻ അതിലേക്ക് ഇത്ര രൂപ തരാം. ഒരു വലിയൊരു സംഭാവന അയാൾ തന്നു. അപ്പൊ അയാൾ തന്നപ്പോൾ ഞാൻ പേരെനിക്കറിയാം, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് ഹാജി എന്ന് കൂട്ടി ഞാൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ പേരിനോട് കൂടെ ഇന്ന ഹാജി ഇത്ര രൂപ സംഭാവന ഒന്ന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ദ്വാരനതാണ്. അപ്പൊ സദസ്സിലുള്ള ഒരാൾ പറയാണ്, ഉസ്താദേ, അയാള് ഹാജി അല്ലാട്ടോ, ഹജ്ജിന് പോയിട്ടില്ല. ഞാൻ അയാളെ കുറിച്ച് അറിയും, അയാൾ വലിയ വീടാണ്, നല്ല സൗകര്യമുള്ള വീടാണ്, നല്ല സമ്പത്തുണ്ട്, പക്ഷേ ബറക്കത്ത് അല്ലാഹു കൊടുത്തില്ല. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോ അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് മാനസികമായ അസുഖം ബാധിച്ച് വളരെ വിഷമത്തിലാണ്. പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വീടിന്റെ ഉള്ളിൽ മക്കൾ അടച്ചിട്ടിരിക്കുകയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് നല്ല സമാധാനം കൊടുക്കുമാറാവട്ടെ, രോഗത്തിന് അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുറെ മക്കളുണ്ടാവുക, കുറെ പൈസ ഉണ്ടാവുക, കുറെ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ളതിൽ ബർക്കത്തുണ്ടാവുക. അതാണ് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി മുഹറം മാസത്തിലാണ് വിവാഹം കഴിച്ചത്. ബർക്കത്തിനൊരു കുറവുമില്ല. ആ ഒരു തെറ്റായ ധാരണ നമ്മിൽ നിന്ന് എടുത്തു മാറ്റണം. കാരണം ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ച മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തിന് നഹസിന്റെ മാസമായിട്ട് നമ്മൾ കണക്കാക്കണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ മഹത്വം ഇങ്ങനെ പറയാണ്. എപ്പോഴും ഖദീജ ബീവിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റുബ്ബമാ ദബഹ ശാത്ത്, വല്ലപ്പോഴും നബി തങ്ങൾ ഒരു ആടിനെ അറുത്താൽ സുമ്മ യുഖത്തിഹു അഅളാഅൻ, ആ മാംസത്തെ കഷ്ണങ്ങളാക്കും, പീസുകളാക്കും. എന്നിട്ടോ ഖദീജ ബീവിയുടെ കൂട്ടുകാരികളിലേക്കും കുടുംബക്കാരികളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കൊടുത്തയക്കും. അപ്പൊ ചോദിക്കാണ് ആയിഷ ബീവി, നബിയെ എപ്പോഴും ഖദീജാനെ കുറിച്ച് ഇങ്ങനെ പറയാണല്ലോ, ഖദീജാന്റെ മഹത്വം ഇങ്ങനെ പറയാ, ഖദീജാന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക, എന്തപ്പ ഖദീജയിൽ ഇത്രമാത്രം ഓർക്കാനുള്ളത്, ഇത്രമാത്രം സ്നേഹിക്കാനുള്ളത്? അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, മോളെ ആയിഷ, എനിക്ക് ഖദീജാനെ മറക്കാൻ കഴിയില്ല ആയിഷ. അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ, നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി ആയിഷ ബീവിയിൽ നിന്ന് ലഭിച്ചതുപോലെ എനിക്ക് മറ്റൊരു ഭാര്യയിൽ നിന്നും ലഭിച്ചിട്ടില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ ബറക്കത്തും നബി തങ്ങൾക്ക് ഉണ്ടായത് ഖദീജ ബീവിയിൽ നിന്നാണ്. എനിക്ക് മക്കളെ അള്ളാഹു തന്നത് ഖദീജയിൽ നിന്നാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയൊരളവോളം സമ്പത്ത് എനിക്ക് തന്നത് ഖദീജ ബീവിയാണ്. അങ്ങനെ ഖദീജ ബീവിയുടെ മഹത്വം ഇങ്ങനെ എടുത്തു പറഞ്ഞു. അപ്പോ ബറക്കത്ത് കുറയും, അതല്ലെങ്കിൽ അതിന് ഗുണം ലഭിക്കില്ല, എന്തൊരു ദുസ്സഗുണമാണ് എന്ന് പറഞ്ഞ് മുഹറം മാസത്തെ അവഗണിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പാഠമാണ്. റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവി വിവാഹം കഴിച്ചത് മുഹറം മാസത്തിലാണ്. വഫീഹി തഖൂമുസ് സാഅ, വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. ഖിയാമത്ത് നാൾ വെള്ളിയാഴ്ചയാണ് ഉണ്ടാവുക. പക്ഷെ ഏത് വെള്ളിയാഴ്ചയാണെന്നറിയുമോ? അത് മുഹറം മാസത്തിലെ വെള്ളിയാഴ്ചയാണ്. ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള് വആദമ വഹവ്വാ. അല്ലാഹു തആല പരിശുദ്ധമായ പ്രവാചകത്തിന്റെ തുടക്കക്കാരനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യത്തെ മനുഷ്യൻ ആദം നബി അല്ലാഹു പടച്ചതും ഹവ്വാ ബീബി അല്ലാഹു പടച്ചതും ആകാശം അല്ലാഹു പടച്ചതും ഭൂമി പടച്ചതും പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ മാസത്തിലാണ് എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു തആല തുടക്കം കുറിച്ചത്. ഭൂമിയെ സൃഷ്ടിച്ചത് മുഹറത്തിലാണ്, ആകാശത്തെ സൃഷ്ടിച്ചത് മുഹറത്തിലാണ്, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മുഹറത്തിലാണ്, ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് മുഹറം മാസത്തിലാണ്. സഹോദരന്മാരെ, പിന്നെ എന്തുകൊണ്ടാണ് ഈ നിലക്ക് മുഹറം മാസത്തിനെ ഒരു ഗുണമില്ലാത്ത, ഒരു ദുഃഖിക്കേണ്ട ഒരു മാസമാണെന്ന് വരുത്തിയത് ഷിയകളാണ്. ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതില്ലെങ്കിലും പല ഭാഗങ്ങളിലായി ഇപ്പൊ തലപൊക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ മഹല്ലുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഷിയകൾ. നമ്മുടെ രാജ്യത്തേക്കും പതുക്കെ പതുക്കെ അവർ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം എന്താണെങ്കിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത് മുഹറം 10-ലാണ്. അതുകൊണ്ട് പല ഭാഗങ്ങളിലും ഷിയകൾ മുഹറം 10-ന്റെ അന്ന് പ്രത്യേകമായ രൂപത്തിൽ റാലികളൊക്കെ സംഘടിപ്പിച്ച് ശരീരത്തിലൊക്കെ മുറിവാക്കിയിട്ട് അന്നേ ദിവസം പ്രത്യേകമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടു പോകും. അതൊരു ബിദ്അത്താണ്. ഇരിക്കട്ടെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത് മുഹറത്തിലാണ് എന്നുള്ള വേദനിക്കുന്ന ഒരു സംഭവം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദുഃഖം ആചരിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല. ദുഃഖം ആചരിക്കുക എന്നുള്ള പരിപാടി ഇസ്ലാമിൽ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച ദിവസമാണ്. മുഹറം മാസത്തിലാണ് സൃഷ്ടിപ്പ്, വെള്ളിയാഴ്ച ദിവസത്തിലാണ് സൃഷ്ടിപ്പ്. വെള്ളിയാഴ്ചയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വിശാലമായ ഹദീസിൽ കാണാം, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് ആ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം റസൂലുള്ളാഹി തങ്ങൾ പറയാം, ഫീഹി ഖുലിഖ ആദം വഫീഹി ഖുബിളാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വഫീഹി ഖുബിളാ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായതും വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പടച്ചത് വെള്ളിയാഴ്ചയാണ്. അന്ന് തന്നെയാണ് ആദം നബിയുടെ വഫാത്തും. പക്ഷെ നമ്മൾ ആരെങ്കിലും വെള്ളിയാഴ്ച ദുഃഖം ധരിക്കാറുണ്ടോ? ദുഃഖവെള്ളി എന്നുള്ളൊരു വെള്ളിയൊക്കെ ഉണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദുഃഖമുള്ളൊരു വെള്ളിയില്ല. എല്ലാ ദിവസവും വെള്ളിയാഴ്ച പെരുന്നാളാണ് അല്ലേ? പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് മഅശർ വിളിക്കുമ്പോൾ പറയും, എന്താ പറയാ, അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഈദുൽ മുഅ്മിനീനാണ് വെള്ളിയാഴ്ച. ഈദ് എന്ന് പറഞ്ഞ പെരുന്നാള്, സന്തോഷിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചന്റെ ഒരു മഹത്വം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായതും വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യ സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചു എന്നുള്ളത് കൊണ്ട് ആ ദിവസത്തിലെ സന്തോഷം നാം പങ്കുവെക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി എന്ന ദിവസം ഒരിക്കലും ദുഃഖം നാം ആചരിക്കുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ എന്താണ്, സന്തോഷിക്കുകയാണ് അല്ലേ? അന്നേ ദിവസത്തിൽ എല്ലാവരും നല്ല വസ്ത്രം ധരിക്കുന്നു. സുന്നത്തുണ്ട് വെള്ളിയാഴ്ച ദിവസം നല്ല വസ്ത്രം ധരിക്കുക. അതേപോലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകമായി ഒരുങ്ങാൻ വേണ്ടി നഖം മുറിക്കുക, താടി ശരിയാക്കുക, മീശ വെട്ടുക, അതേപോലെ രഹസ്യ ഭാഗങ്ങളെ നീക്കം ചെയ്യേണ്ടതൊക്കെ വെള്ളിയാഴ്ച പകലിലോ ജുമഅക്ക് മുമ്പോ അതല്ലെങ്കിൽ തലേ ദിവസം വ്യാഴാഴ്ച അസറിന് ശേഷമോ ഇതെല്ലാം നീക്കം ചെയ്യൽ വെള്ളിയാഴ്ചക്ക് വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാവൽ സുന്നത്തുണ്ട്. എന്നതുപോലെ തന്നെ അന്നേ ദിവസം വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്നവർ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച ദിവസം അത്തർ ഉപയോഗിക്കൽ സുന്നത്തുണ്ട്, വസ്ത്രം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. കാരണം എന്താണ്? വഈദുൽ മുഅ്മിനീൻ, വെള്ളിയാഴ്ച ദിവസം അത് പെരുന്നാളാണ്. എന്താ പെരുന്നാളാകാൻ കാരണം, സന്തോഷിക്കാൻ കാരണം? അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ് എന്നുള്ളതാണ്. അപ്പൊ ദുഃഖം ആചരിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല. സഹോദരന്മാരെ, നമുക്കറിയാം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതനാകുന്നത്. ലോകത്തിന് അല്ലാഹു തആല റസൂലുള്ളാഹിനെ സമ്മാനിക്കുന്നത് റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുള്ളതും. ഒരു സുഹൃത്ത് ചോദിച്ചു, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാൻ പാടുണ്ടോ? അന്ന് അരങ്ങക്ക് കെട്ടി പ്രത്യേകമായ രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി കുട്ടികളെല്ലാം പ്രത്യേകമായ വേഷവിധാനൊക്കെ സന്തോഷത്തോടുകൂടെ എല്ലാവരും ഒരുമിച്ചുകൂടി നബിദിന ആഘോഷം അല്ലേ, നബിദിന ആശംസ ആഘോഷക്കായിട്ട് അന്നേ ദിവസം നമ്മൾ കൊണ്ടാടുകയാണ്. അന്ന് റബീഉൽ അവ്വൽ 12 തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതും. അപ്പൊ വഫാത്തായ ദിവസത്തിൽ സന്തോഷിക്കാൻ പാടുണ്ടോ? നബി തങ്ങൾ വഫാത്തായി, റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന സന്തോഷമാണോ പ്രകടിപ്പിക്കുന്നത്? അന്ന് ദുഃഖിക്കുകയല്ല വേണ്ട, സന്തോഷിക്കാൻ വല്ല വകുപ്പുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന്, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതും റബീഉൽ അവ്വൽ 12-നാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് അല്ലാഹു തആല നിഅമത്താണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു തന്ന ഏറ്റവും വലിയ റഹ്മത്താണ്, നിധിയാണ് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയ നിധി നമുക്ക് കിട്ടാനില്ല. അല്ലാഹു തന്ന ഏറ്റവും വലിയ നിധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. അന്ന് തന്നെയാണ് റസൂലുള്ളാഹി തങ്ങൾ വഫായത്. ഈ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ അന്ന് സന്തോഷിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ദുഃഖം ആചരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ദുഃഖം ആചരിക്കുക ചിലപ്പോൾ കാണാം, ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു കറുപ്പ് ബാഡ്ജ് ധരിച്ചിട്ട് നടക്കും. ചില ആൾക്കാർ പോക്കറ്റിലൊക്കെ ഒരു കറുപ്പ് ബാഡ്ജ് ധരിക്കുക, റോഡിന്റെ സൈഡിലൊക്കെ ഒരു കറുത്ത കൊടി കെട്ടുക, വീടുകളുടെ മുമ്പിൽ കെട്ടുക.
മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അത് ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ മരിച്ചാൽ ആദ്യം ഫ്ലക്സ് അടിക്കാനാ ഓടുക. ഇപ്പൊ അടുത്ത് എന്റെ നാട്ടിൽ ഒരാൾ അയാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും സെക്കൻഡുകളെ കൊണ്ട് ഫ്ലക്സ് ബോർഡ് വന്നു, നല്ല ഫോട്ടോ വെച്ച്, അതിനോട് കൂടെ കറുത്ത ഒരു കൊടിയും. ഇത് വ്യാപകമായിട്ടുണ്ടെന്ന്. ഒരിക്കലും തന്നെ നമ്മുടെ വീടുകളിലോ നാമുമായി ബന്ധപ്പെട്ട മഹല്ലുകളിലോ നമ്മുടെ സ്വാധീനത്തിലുള്ള ഒരു സ്ഥലത്ത് നടക്കാൻ ഈ രൂപത്തിലുള്ള അനാചാരം നടത്താൻ നാം ആരും അനുവദിക്കരുത്. മരിച്ചാലുള്ള ഫോട്ടോ വെക്കുക, അതേപോലെ അതിന്റെ മുകളിൽ കറുപ്പ് കൊടി കെട്ടുക, ഇങ്ങനെയുള്ളൊരു ദുഃഖം ആചരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അപ്പൊ റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ റഹ്മത്ത് അള്ളാഹു നമുക്ക് തന്ന സന്തോഷമാണ്. ആ സന്തോഷമാണ് നാം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത് മുഹറം 10-നാണ്, മുഹറം മാസത്തിലാണ്. പക്ഷെ അതുകൊണ്ട് ഒരു സ്വഹാബി റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടി ഷഹീദായി എന്നുള്ളത് കൊണ്ട് അന്നേ ദിവസത്തിൽ ദുഃഖമാചരിക്കാൻ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, സ്വഹാബത്തും പഠിപ്പിച്ചിട്ടില്ല, ഒരു ഇമാമുമാരും പറഞ്ഞിട്ടില്ല. അന്നേ ദിവസത്തിൽ ദുഃഖമാചരിക്കാൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാനൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ യൽഅബാനി ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈതി. എന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ പേരക്കിടാങ്ങളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, രണ്ട് പേരക്കുട്ടികളാണ്. പേരക്കുട്ടികളോടുകൂടെ റസൂലുള്ളാഹി കളിക്കുകയാണ്. ഉമ്മു സലമ പറയാ, റസൂലുള്ളാഹി തങ്ങൾ കുട്ടികളോടുകൂടെ കളിക്കുകയാണെന്ന്. കുട്ടികളോട് കളിക്കണം നമ്മള്, പേരക്കുട്ടികളോട് കൂടെ ഒക്കെ. അത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് കളിക്കും. നിസ്കരിക്കുമ്പോൾ വരെ കുട്ടികൾക്ക് കളിക്കാൻ വരെ റസൂലുള്ളാഹി തങ്ങൾ സുജൂദ് വരെ നീട്ടിക്കൊടുത്ത ചരിത്രം കാണാം. റസൂലുള്ളാഹി തങ്ങൾ ഇമാമായി നിസ്കരിക്കുകയാണ്, സ്വഹാബികൾ എല്ലാവരും ബാക്കിലുണ്ട്. റസൂലുള്ളാഹിന്റെ വീട് പള്ളിയോട് ചേർന്നിട്ടാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ, ഇമാമായി നിന്നപ്പോ, ഈ രണ്ട് കുട്ടികൾ പേരക്കുട്ടികൾ വന്ന് റസൂലുള്ളാഹിന്റെ പെരടിയിലാ കയറിയിരുന്നു, തോളിലാ കയറിയിരുന്നു. സുജൂദിൽ പോയതാ. റസൂലുള്ളാഹിക്ക് എഴുന്നേൽക്കാൻ വയ്യ, എഴുന്നേറ്റ കുട്ടികൾ മറിഞ്ഞു വീഴും, കുട്ടികൾക്ക് അപകടം സംഭവിക്കും. റസൂലുള്ളാഹി തങ്ങൾ സുജൂദ് ഇങ്ങനെ കുറേ നേരം കടന്നു. കുറെ കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്ത് പതുക്കെ എഴുന്നേറ്റ് നോക്കി. റസൂലുള്ളാഹിക്ക് വലിയ ആപത്തും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. നിസ്കരിക്കുമ്പോൾ അതല്ലാതെ അങ്ങോട്ടും നോക്കാനൊന്നും പാടില്ല. പക്ഷെ റസൂലുള്ളാഹിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങളാണല്ലോ ഏറ്റവും വലിയ കാര്യം, അതിനേക്കാൾ അപ്പുറത്തില്ല. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിനെ വിളിച്ചു. ആ സഹാബി നിസ്കരിക്കുകയായിരുന്നു. യാ സഈദ്, സഈദ് എന്ന് പറയുന്ന സഹാബി, ഇന്നി കുൻതു ഉസല്ലി യാ റസൂലുള്ളാഹി, നബിയെ അങ്ങ് വിളിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കുകയായിരുന്നു. എന്താ വിളിച്ചത്, എന്താ കാര്യം? അപ്പൊ റസൂലുള്ളാഹി, മോനെ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ വിളിച്ചാൽ, അള്ളാഹുവിന്റെ റസൂല് വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകണ്ടേ? ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദുഈതും. എന്റെ വിളിക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? എന്റെ കാര്യം അന്വേഷിച്ചിട്ടല്ലേ അങ്ങ് പോകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾക്ക് ആ പ്രത്യേകത. ഇരിക്കട്ടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് നീണ്ടപ്പോൾ സഹാബി പതുക്കെ എഴുന്നേറ്റു നോക്കുമ്പോൾ രണ്ട് പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നബി തങ്ങളുടെ പേരയിൽ കിടന്നുകൊണ്ട് കളിക്കുകയാണ്. അവര് കളിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ സുജൂദ് നീട്ടിക്കൊടുത്തതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചത് സ്വഹാബത്ത് നോക്കി കാണുകയാണ്. നമ്മളെങ്ങാനും നിസ്കരിക്കാൻ എന്നാലേ നമ്മുടെ പേരക്കുട്ടികളെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പേരടിയിലൊന്നും കയറണ്ട, അടുത്തേക്ക് വന്നാ മതി, അല്ലേ? അടിച്ചോടിക്കുക നമ്മള്. നിസ്കരിക്കുന്നത് കാണാനിടാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചീത്ത പറയും. ഇരിക്കട്ടെ. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ രണ്ടുപേരും റസൂലുള്ളാഹി തങ്ങളോട് കൂടെ ഇരുന്നു കൊണ്ട് എന്റെ വീട്ടിൽ കളിക്കുകയായിരുന്നു. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ഫഖാല യാ മുഹമ്മദ്, ഓ നബിയേ, ഇന്ന ഉമ്മതക, നബിയേ തങ്ങളുടെ ഉമ്മത്ത് തഖ്തുലു ഇബ്നക ഹാദാ മിൻ ബഅദിക, ഈ കുട്ടിയെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാള്, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. എന്നിട്ടോ വഔമഹ ബിയദിഹി ഇലൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ കുട്ടിയായിരിക്കും കൊന്നുകളയുക. ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് സങ്കടമായി കരഞ്ഞുപോയി. വളമ്മഹു ഇലാ സദരിഹി, റസൂലുള്ളാഹി തങ്ങൾ തന്റെ കുട്ടിയെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചോട് മാറോട് ചേർത്ത് പിടിച്ച് അണച്ചുകൂട്ടി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഉമ്മു സലമ, ഒരു പിടി മണ്ണ് വാരിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉമ്മു സലമ, ഇതിനെ സൂക്ഷിക്കണം മോളെ, ഇടക്കിടക്കെടുത്ത് നോക്കണം. എനിക്ക് ശേഷം ഈ മണ്ണ് നീ ഇടക്കിടക്ക് നോക്കണം. നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഈ മണ്ണ് രക്തത്തിന്റെ നിറമായി കണ്ടാൽ എന്റെ പ്രിയപ്പെട്ട പുന്നാര പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി എന്നുള്ളതിന്റെ അടയാളമാണ് ഉമ്മു സലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന് ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണ് വാരിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അതിനൊരു പാത്രത്തിലാക്കി, ഒരു കുപ്പിയിലാക്കി. സുമ്മ ജഅൽതു തൻദുറു ഇലൈഹാ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഞാൻ ആ പാത്രത്തിലേക്ക് നോക്കും, ആ കുപ്പിയിലേക്ക് നോക്കും. ഒരു ദിവസം ഞാൻ ആ പാത്രത്തിന്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ ആ പാത്രത്തിലുള്ള മണ്ണ് മുഴുവനും രക്തമായി മാറിയിട്ടുണ്ട്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അന്നേ ദിവസം മണ്ണ് മുഴുവനും രക്തമായി മാറി. അന്വേഷിച്ചപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന് ഷഹീദായി പോയിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ അറിയാം. ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണല്ലോ ഇതുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ദുഃഖിച്ചില്ല, ദുഃഖം ആചരിച്ചില്ല എന്ന് നോക്കേണ്ടതില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് നേരത്തെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത്. നേരത്തെ ദീർഘവീക്ഷണത്തോടുകൂടെ അതിനെ ഉണ്ടാകുമെന്നുള്ള ഒരവസ്ഥയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത് മുഹറം 10-ലാണ്. ആശിറ മുഹറം 10-ാമത്തെ ദിവസത്തിലാണ് കർബലയിൽ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത്. അപ്പൊ ഒരിക്കലും തന്നെ ഷഹീദായ ആ ദിവസം, ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ആ ദിവസത്തെ ദുഃഖമായി ആചരിക്കാൻ നബി തങ്ങളോ സഹാബികളോ ഇമാമുമാരോ ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കിടയിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ആ ഒരു മുഹറം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു പേടി തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയണം. നെഹ്സ് ഇല്ല എന്നല്ല, നെഹ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ സമയവും ഒരുപോലെയല്ല. ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ പ്രാധാന്യവും മഹത്വമൊക്കെ ഉണ്ട്. അത് പഴയ കാലം മുതലേ നോക്കി വരാറുണ്ട്. പക്ഷെ എന്റെ ഉസ്താദ് പറയാറുണ്ട്, എന്ത് നെഹ്സ് നോക്കിയിട്ടും കാര്യമില്ല, സുബഹി നിസ്കരിക്കാത്ത കാര്യം ഒന്നും നെഹ്സ് തന്നെയാണ്. നല്ല ദിവസം പറഞ്ഞാട്ട് ഉസ്താദ് ഏതാണ്ട് ഉസ്താദിന്റെ അടുത്തേക്ക് പോയിട്ട് നല്ല ദിവസം നോക്കി, അന്ന് സുബഹി നിസ്കരിച്ചില്ലേ, അന്ന് നെഹ്സ് തന്നെ. അപ്പൊ സുബഹി നിസ്കരിച്ചാൽ അവൻ ഫീ ദിമ്മത്തില്ലാ, അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്. പിന്നെ അള്ളാഹുവിന്റെ കാര്യം ഏറ്റെടുത്തു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ അങ്ങനെ പോകുന്ന അവസ്ഥ അല്ലാതെ ഉണ്ടാവരുത്. നെഹ്സൊക്കെ നോക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷെ ഇന്ന് വ്യാപകമായൊരു തെറ്റിദ്ധാരണ. ഇന്നലെ ഞാനൊരു സുഹൃത്തിനെ കണ്ടു, അദ്ദേഹത്തിന്റെ കല്യാണമായ കല്യാണം ഇന്നലെ കണ്ടു. അപ്പൊ കണ്ടപ്പോ അയാൾ പറയാം, ഉസ്താദ് കാലിലൊക്കെ ഭയങ്കര നീരാണ്, അതുകൊണ്ട് ഒരു ഉസ്താദിനെ പോയി കാണണം. അതെന്താ മോനെ കാലിൽ നീരായ ഉസ്താദിനെ കാണുന്നതിന്? അത് എന്തൊരു പ്രശ്നമുണ്ട്, കല്യാണത്തിന്റെ അന്നേരപ്പം ഉണ്ടായിട്ടുള്ളതേ, അപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടാകുന്ന ഉസ്താദുമാരെ പോയി കാണണം, കാണേണ്ട കാര്യങ്ങളൊക്കെ കാണണം, തങ്ങന്മാരെയും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സമീപിക്കണം. പക്ഷെ തലവേദന വന്നാൽ അത് അയാൾ ചെയ്തതാ, ഇയാൾ ചെയ്തതാ, ഭയങ്കര തെറ്റിദ്ധാരണ. അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അയാളെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല, ഒരാളെയും വിശ്വാസമില്ല. അയാൾ അവിടെ പോയി ചെയ്തു, ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾ സീർ ചെയ്തു, എനിക്ക് മരണം ചെയ്തു എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ അങ്ങനെ നടക്കുകയാണ്. ഖളാഇൽ നമുക്ക് അള്ളാഹുവിന്റെ ഖദറിലും ഖളാഇലും വിശ്വാസം വേണം. ഇതിനർത്ഥം ഇതൊന്നും ഇല്ല, സിഹിറില്ല, അല്ലെങ്കിൽ ജിന്നില്ല, ശൈത്താനില്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ഉണ്ട്, യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെതായ രൂപത്തിൽ സമീപിക്കുകയും വേണം. പക്ഷേ മിണ്ടിയാൽ അത് സിഹിറാണ്, അതല്ലെങ്കിൽ അത് മറ്റതാണ് എന്ന് പറഞ്ഞ് പിന്നെ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഒരുപാട് ആളുകൾ ജീവിതം നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ നെഹ്സൊക്കെ നോക്കണം, പണ്ട് കാലത്തുണ്ട്, ഇപ്പോഴുണ്ട്.
പണ്ട് കല്യാണം തീരുമാനിക്കൽ ഉസ്താദിന്റെ അടുത്ത് ആദ്യം പോയി ഡേറ്റ് നോക്കിയിട്ട് അങ്ങനെ, ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്ന് ആദ്യം മണ്ഡപത്തിന് ഡേറ്റ് ഉണ്ടോ നോക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി വെക്കുന്ന ആൾക്ക് ഒഴിവുണ്ടോ എന്ന് രണ്ടാമത് നോക്കും. അങ്ങനെ എല്ലാം ഏൽപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് ഉസ്താദിന്റെ റൂമിലേക്ക്, ഉസ്താദെ ഇന്നാണ് ഇപ്പൊ മോളുടെ കല്യാണ ദിവസം നോക്കിക്കുക, നല്ല ദിവസം തന്നെ അല്ലേ. പിന്നെ എല്ലാം ഏൽപ്പിച്ച് പിന്നെ നല്ല ദിവസം അല്ലാതെ വലിയ കാര്യമുണ്ടോ. അപ്പൊ ഉസ്താദ് നല്ല ദിവസം തന്നെയാണ്, ഉസ്താദ് ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കും. അതാ എന്നുള്ളത്. അപ്പൊ ഇരിക്കട്ടെ, ഏതായിരുന്നാലും പണ്ട് മുതലേ ഉണ്ട് ഈ നെഹ്സ് നോക്കുക, നല്ല ദിവസം നോക്കുക. എല്ലാ ദിവസവും ഒരുപോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോന്നിനും ഓരോ ദിവസങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. നിക്കാഹ് നടക്കേണ്ടത് ശരിക്കും വെള്ളിയാഴ്ചയാണ്. ആരാ നടത്താറുള്ളത്? നിക്കാഹിന് ഏറ്റവും സുന്നത്തായ ദിവസം വെള്ളിയാഴ്ചയാണ്. അത് പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്തണം എന്നാ സുന്നത്ത്. പക്ഷെ ആരാ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്നത്? വളരെ കുറഞ്ഞ ആൾക്കാരല്ലേ. ബർക്കത്ത് അതിലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ എല്ലാ ജഗബോഗന്റെ ഇടയിൽ കൂടെ നിക്കാഹൊക്കെ ഉണ്ടാവുക അല്ലേ. ചിലപ്പോ നിക്കാഹ് തന്നെ കേൾക്കില്ല, കുട്ടികളെ കാർത്ത് വിളിച്ചിട്ട് കല്യാണത്തിന്റെ ഇടയിൽ കൂടെ നിക്കാഹ് മറന്നു. നിക്കാഹിനൊന്നും പ്രാധാന്യം ഇല്ല. അതൊരു ചടങ്ങാട്ടങ്ങൾ നടക്കും. അതിങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്തെ കുട്ടികൾ ഇങ്ങനെ ഓടിക്കാ ചാടി കളിക്കുകയാണ്. ഈ പറയുന്ന ആളോ അല്ലെങ്കിൽ സാക്ഷികളാകുന്ന ആളോ അതൊന്നും കേൾക്കാറുമില്ല. അതൊക്കെ വേറൊരു വിഷയമാണ്. സാക്ഷികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിക്കാഹിന്റെ സിഹത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇനി ഏതെങ്കിലും ഒരാളെ എവിടെങ്കിലൊക്കെ മൂലരിക്കുണ്ടാവും. സാക്ഷികൾ ഒന്നുങ്ങള് നിക്കാഹ് കേട്ടാളാ സാക്ഷി എന്ന് പറഞ്ഞാൽ. ഈ നിക്കാഹ് കേൾക്കുക എന്ന് പറഞ്ഞാൽ നിക്കാഹിന്റെ വചനങ്ങൾ ബിന്തി ഫാത്തിമ എന്ന് പറയുന്ന, അതാ പെൺകുട്ടിയുടെ ബാപ്പ പറയുന്നത്, അല്ലെങ്കിൽ ആ പുതിയാപ്പള ഏറ്റുപറയുന്നത്, പറയുന്നത് കേട്ട ആൾക്കാ സാക്ഷിയാവേണ്ടത്. ഇത് കേൾക്കൊന്നുമില്ല. ഇതിങ്ങനെ മന്ത്രിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതായി പോകും. തൊട്ടടുത്തിരിക്കുന്ന ആളുകളില്ല. അങ്ങനെയല്ല, കേൾക്കണം. അതിരിക്കട്ടെ, വേറെ വിഷയം. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്ന എന്താണെങ്കിൽ, നിക്കാഹിന് പ്രത്യേകമായ സുന്നത്തായ ദിവസങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യാത്രക്ക് പറ്റിയ ദിവസങ്ങൾ റസൂലുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി തങ്ങൾ യാത്രക്ക് വേണ്ടി തിരഞ്ഞെടുക്കാറ് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച റസൂലുള്ളാഹി തങ്ങൾ യാത്രക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. എന്നതുപോലെ ചികിത്സക്ക് വേണ്ടി, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോ, ഒരു ചികിത്സ തുടങ്ങാൻ വേണ്ടി പോകുമ്പോ അതിന് പ്രത്യേകമായ ദിവസങ്ങൾ, ഓരോന്നിനും ദിവസം റസൂലുള്ളാഹി തങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനർത്ഥം അന്നേ പോകാൻ പറ്റും എന്നതിലല്ല. അതിൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകും, ബർക്കത്തുണ്ടാകും. അപ്പൊ ദിവസങ്ങൾ എല്ലാ ദിവസവും ഒരേപോലെയല്ല. ചില ദിവസങ്ങൾക്ക്, ചില ദിവസങ്ങളെക്കാൾ, ചില കാര്യങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ പ്രാധാന്യവും മഹത്വവുമുണ്ട്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഇഷ്ടമായി കാണുന്ന, നഹസായി കാണുന്ന മാസത്തെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത്. മുഹറം മാസത്തിൽ കല്യാണം നടത്താം, മുഹറം മാസത്തിൽ വീട് താമസം തുടങ്ങാം, മുഹറം മാസത്തിൽ കച്ചവടം തുടങ്ങാം, എന്ത് വേണമെങ്കിലും തുടങ്ങാം. മുഹറം എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ പേടിച്ചു പോകേണ്ട കാര്യമില്ല. അതൊരു തെറ്റായ, ഒരു അന്ധമായ വിശ്വാസമാണ്. അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. فأفضل الشهور بالإطلاق شهر الصيام فهو ذو السباق فشهر ربنا هو المحرم فرجب فالحجة المعظم فقعدة فبعده شعبان وكل ذا جاء به البيان. നോമ്പിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ഏറ്റവും നല്ല മാസം റമദാൻ ഷരീഫാണ്, സംശയമില്ല. റമദാന് കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് പറ്റുന്ന മാസം അത് മുഹറം മാസമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങൾ പലതുമുണ്ട്. ഏറ്റവും നല്ല മാസം ഏതാണെന്ന് ചോദിച്ചാൽ ശൈഖുൽ മുഅസ്സിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഏറ്റവും മഹത്തായ മാസം റബീഉൽ അവ്വൽ മാസമാണ്. റമദാനിനേക്കാൾ പ്രാധാന്യമുണ്ട് റബീഉൽ അവ്വലിന്. റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടേ റമദാനിന് പ്രാധാന്യമുള്ളൂ. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അല്ലാഹു തആല അനുഗ്രഹമായി ലഭിച്ച, തന്ന, സമ്മാനിച്ച സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന മാസം. ആ മാസത്തിനാണ് ഏറ്റവും പോരിശയുള്ളത്, മഹത്വമുള്ളത്. ഇരിക്കട്ടെ, നോമ്പ് നോൽക്കാനുള്ള മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. റമദാന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തായ മാസം മുഹറമാണ്. ആ മുഹറം മാസത്തെ കുറിച്ച് പറയാം. സമ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുഹറം അശ്ഹറുല്ലാഹ്.
മുഹറം മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഷഹറുല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഷഹറുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാസം. അള്ളാഹുവിന്റെ മാസം. അള്ളാഹുവിന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയതോടുകൂടെ അതിന്റെ പവിത്രതയും അതിന്റെ സ്ഥാനവും അതിന്റെ വണ്ണവും അതിന്റെ വലിപ്പവും നമുക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞതോടുകൂടെ അതിന്റെ മഹത്വം വലുതാണ് എന്ന് നമുക്കതിലൂടെ ബോധ്യപ്പെടുകയാണ്. ഇന്നല്ലാഹ തആല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുളീഫു ഇലൈഹി ഇല്ലാ ഖവാസു മഖ്ലൂഖാതിഹി, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ സൃഷ്ടികളെയല്ലാതെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു മുത്തുനബി തങ്ങളെ എന്റെ അടിമ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിക്കാൻ വേണ്ടി അല്ലാഹു തആല സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു തന്റെ അടിമയെ കൊണ്ടുപോയി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു വിശേഷിപ്പിച്ചതോടുകൂടെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും അള്ളാഹു ഏറ്റവും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ന് പറഞ്ഞത് കണ്ടോ? അപ്പൊ അള്ളാഹുവിനോട് ചേർത്തി അള്ളാഹു പറയുമ്പോൾ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ളതും അള്ളാഹു ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നതുമായ വസ്തുക്കൾക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഹറം മാസത്തെ സംബന്ധിച്ച് എന്ത് പേര് പറഞ്ഞു? ഷഹറുല്ലാ എന്ന പേര് പറഞ്ഞു. ഷഹറുല്ലാ എന്ന പേര് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാം ആ മാസം അള്ളാഹു ബഹുമാനിച്ച ഒരു മാസമാണ്. അഫ്ളൽ ശുഹൂരിൽ ഇസ്മി ബഅദ റമളാൻ അൽ അശ്ഹുറുൽ ഹുറും വഅഫ്ളലുഹാ അൽ മുഹറം. യുദ്ധം ഹറാമായ ദിവസം മാസങ്ങളുണ്ട്. ആ മാസങ്ങളുടെ കൂട്ടത്തിൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള മാസം, യുദ്ധം ഹറാമായ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ മാസം മുഹറം. അത് കഴിഞ്ഞാൽ റജബിനുള്ളത്, അത് കഴിഞ്ഞിട്ടാണ് ദുൽഹിജ്ജക്കുള്ളത്, അത് കഴിഞ്ഞിട്ട് ദുൽഖഅദിനുള്ളത്, അത് കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിനുള്ളത്. ഇതിന്റെ എതിരായ മറ്റു പല ഹദീസുകളും കാണാൻ പറ്റും. അപ്പൊ ഓരോ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സമയത്തും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ചില ഹദീസിൽ കാണാൻ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും മാസം നോമ്പ് നോൽക്കാൻ മഹത്തുള്ള ശഅബാൻ മാസമാണ്. ചില ഹദീസുകളിൽ മുഹറം മാസമാണെന്ന് കാണാം. ഇത് കാണുമ്പോൾ ഇതൊക്കെ വൈരുദ്ധ്യം മനസ്സിലാക്കണ്ട. അതിന്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി യുദ്ധം ഹറാമായ മാസങ്ങളെ സംബന്ധിച്ചതിൽ ശഅബാനിനാണോ മഹത്വമുള്ളത്, ദുൽഹിജ്ജക്കാണോ മഹത്വമുള്ളത്, ദുൽഖഅദിനാണോ മഹത്വമുള്ളത്, ഏത് മാസത്തിനാണ് കൂടുതൽ മഹത്വം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പ്രബലമായ രൂപത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു ഷഹറുല്ലാഹിൽ മുഹറം, സംശയിക്കാൻ മുഹറം മാസത്തിനാണ്. യുദ്ധം ഹറാമായ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് അത് മുഹറം മാസത്തിനാണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിശഹരിൻ നസൂമുഹു ബഅദ ശഹരി റമളാൻ. റമളാൻ മാസത്തിൽ ഞങ്ങൾ നോമ്പെടുക്കാറുണ്ട്. അത് റമളാൻ എന്ന് പറയുന്ന നോമ്പെടുക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കാണ് റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോൽക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസം ഏതാണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞു ഇൻ കുൻത സ്വായിമൻ ശഹ്റൻ ബഅദ റമളാന ഫസ്മിൽ മുഹറമ. മോനെ, റമളാനിന് ശേഷം ഒരു മാസം പൂർണ്ണമായി നോമ്പെടുക്കാൻ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ പിന്നെ അടുത്ത സ്ഥാനം മുഹറത്തിനാണ്. ഫഇന്നഹു ശഹ്റുല്ലാഹ്.
മുഹറം മാസം അല്ലാഹുവിന്റെ മാസമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം അഫ്ളലുസ് സിയാമി ബഅദ ശഹ്രി റമളാന ശഹ്റുല്ലാഹിൽ ലദീ തദ്ഊനഹുൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള മാസം മുഹറം മാസമാണ് നോമ്പ് നോൽക്കാൻ. അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി ഖിയാമുൽ ലൈൽ. നമസ്കാരങ്ങൾക്ക് ഫർളായ നിസ്കാരങ്ങൾക്കാണ് ഏറ്റവും മഹത്വമുള്ളത്. ഫർളായ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മഹത്വം രാത്രിയുള്ള തഹജ്ജുദ് നിസ്കാരത്തിനാണ്, ഖിയാമുൽ ലൈലിനാണ്, രാത്രിയിലെ നിസ്കാരം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. ഈ പറയുന്ന ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ തസ്രീഹുൻ ബി അന്നഹു അഫ്ളലു ശുഹൂരി ലിസ്സൗമി, റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും പറ്റിയ മഹത്വമുള്ള മാസമാണ് മുഹറം മാസമെന്ന് സയ്യിദുനാ ഇമാമുനാ നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചത് കാണാം. അല്ലാഹു തആല ആ മാസത്തിൽ ധാരാളം അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. ഫവജദൽ യഹൂദ യസൂമൂനഹു യൗമ ആശൂറാ, മുഹറം 10 അന്ന് അവിടെയുള്ള ജൂതന്മാരെ മുഴുവനും നോമ്പെടുക്കുകയാണ്. മുഹറം 10 അന്ന് എല്ലാവരും നോമ്പെടുക്കുകയാണ്. മദീനയിൽ ജൂതന്മാരാണ്. റസൂലുള്ളാഹി തങ്ങൾ ചെന്നിട്ടാണല്ലോ ഇസ്ലാം മത പ്രബോധനം ചെയ്യുന്നത്. അതേപോലെ റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പ് മറ്റു പല സഹാബികളെയും നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്. അവര് മുഖേനയാണ് ഇസ്ലാം മത പ്രബോധനം മദീനയിൽ നടക്കുന്നത്. അപ്പോൾ മദീനയിൽ നിന്ന് കൂടുതൽ ജൂതന്മാരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവരാണ് യഹൂദികൾ. അവരെല്ലാവരും നോമ്പ് നിൽക്കുകയാണ്. ഫസ്അലു അൻ ദാലിക് ഫഖാലു, അവരെല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താണ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകമായ നോമ്പ്? മുഹറം 10 എന്തിനാ നിങ്ങൾ നോമ്പെടുക്കുന്നത്? അവര് പറഞ്ഞു, ഹാദൽ യൗമുല്ലദീ അൽഹറല്ലാഹു ഫീഹി മൂസാ അലൈഹിസ്സലാം വ ബനി ഇസ്രായീല അലാ ഫിർഔൻ. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായീലിനെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി. ഫിർഔനിനെ അല്ലാഹു തആല കൊല്ലുകയും ചെയ്തു. ഫിർഔനെ തന്റെ സമുദായത്തെയും അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലതാക ഹദീസ് മൂസാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ ഇടക്കിടക്ക് ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു ധാരാളം ചരിത്രങ്ങളാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റേത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇദ്നാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ, അല്ലാഹു തആല വരുത്തി തൂർ സീനാ പർവതത്തിന്റെ താഴ്വരയിലേക്ക്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഏ മൂസാ നബിയെ അങ്ങ് ഫിർഔന്റെ സമീപത്തേക്ക് ചെല്ലാം. അയാൾ അക്രമിയാണ്, അയാൾ മോശക്കാരനാണ് എന്ന് കരുതിയിട്ട് അയാൾ അവഗണിക്കണ്ട. ഖൂലാലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. ലഅല്ലഹു യതദക്കറു യഖ്ശാ, നന്നാവാണെങ്കിലോ, ഫിർഔൻ നന്നാവുകയാണെങ്കിലോ നന്നാവുകയില്ല എന്ന് 100% അള്ളാഹുവിനറിയാം. പക്ഷെ എന്നാൽ അള്ളാഹു തആല പ്രതീക്ഷയോടെ പറയാണ്, അവൻ നന്നാവാണെങ്കിൽ നന്നായിക്കോട്ടെ, ഉപദേശം കുറക്കണ്ട. അള്ളാഹു നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ ഫഅറാഹുൽ ആയത്തുൽ കുബ്രാ ഫകദബ വഅശാ ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനെ സമീപിച്ചു. ഫിർഔന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹു എന്ന് പറയുന്ന അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്. സൃഷ്ടിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. ഭക്ഷണം തരുന്നവനും അല്ലാഹുവാണ്, വെള്ളം തരുന്നവനും അല്ലാഹുവാണ്. നമ്മെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്, അതുകൊണ്ട് ആ അല്ലാഹുവിനെയാണ് നീ ആരാധിക്കേണ്ടത്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് വലിയ പടച്ചവൻ. നീ പറയണ റബ്ബൊക്കെ ഉണ്ടല്ലോ, അല്ലാഹുവൊക്കെ ചെറിയ ആളാ, ഞാനാണ് ബടാ പടച്ചവൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ
അള്ളാഹുവിന്റെ നബിയാകുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനും തമ്മിൽ മത്സരമായി, സംസാരമായി. ഫിർഔൻ പറഞ്ഞു ഞാൻ റബ്ബാണെന്ന് പറഞ്ഞു. അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ആയാത്തുകൾ കൊണ്ടുവന്നു, മോചിതത്ത് കൊണ്ടുവന്നു. എല്ലാവർക്കും അറിയാം അവിടെയുള്ള നിലത്തിട്ട പാമ്പായി അല്ലേ? ആ പാമ്പ് ഫിർഔൻ തന്റെ അനുയായികളാകുന്ന സാഹിര്യങ്ങളെ മാരണം ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു. ഒരുപാട് പാമ്പുകളെ നിലത്തിട്ട് ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചു. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ അങ്ങനെ വടി താഴത്തേക്കിട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി താഴത്തേക്കിട്ടു. താഴത്തേക്കിട്ടപ്പോഴോ അത് വലിയ പാമ്പായി മാറി. ഫിർഔന്റെ സാഹിര്യങ്ങൾ മുഴുവനും ഉണ്ടാക്കി വെച്ച എല്ലാ സർപ്പങ്ങളെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി അത് പാമ്പായി മാറി. ആ പാമ്പ് മുഴുവനും പിടിച്ചു തിന്നു. ഈ രംഗം കണ്ടപ്പോ സാഹിര്യങ്ങളാകുന്ന മുഴുവൻ ആളുകളും, അത്ഭുതം കാണിക്കാൻ വേണ്ടി വന്ന മുഴുവൻ ആളുകളും എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ മൂസാ നബിന്റെ കൂടെ ആളുകളെല്ലാം ഒഴുകി. എല്ലാവരും മൂസാ നബിയിൽ വിശ്വാസമർപ്പിച്ചു. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും നശിപ്പിക്കാൻ വേണ്ടി, കൊന്നുകളയാൻ വേണ്ടി ഫിർഔനും അവന്റെ അനുയായികളും കൂടെ പരിശ്രമിക്കുന്നതും അല്ലാഹു തആല രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതും. നദിയുടെ തീരത്തെത്തിയപ്പോൾ ആ വടി കൊണ്ട് അടിച്ചുകൊണ്ട് വഴിയുണ്ടാക്കാൻ പറഞ്ഞതും, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും ഫിർഔൻ അവിടെ അനുയായികളും മുങ്ങി നശിച്ചതും ഈ മുഹറം 10-ലാണ്. അപ്പൊ യഹൂദികൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നേ ദിവസം നഹ്നു നസൂമുഹു തഅളീമൻ ലഹു. അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ബനൂ ഇസ്രായേലിനും കൊടുത്ത അനുഗ്രഹം, ആ വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അല്ലാഹുവിനെ നോമ്പെടുക്കുകയാണ്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു ഔലാ ബിമൂസാ മിൻകും. നിങ്ങളെക്കാൾ മൂസാ നബിയോട് ബന്ധപ്പെട്ടവൻ ഞാനാണ്. കാരണം ഞാൻ റസൂലാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിന്റെ പ്രവാചകനാണ്, എന്റെ മുൻഗാമിയാണ്. അള്ളാഹു അസ്സലാമു അലൈക്കും. മൈക്ക് പോയിട്ടുണ്ട്. സുന്നി സെന്റർ കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വളരെ നല്ല ഒരു പ്രഭാഷണമാണ്. നല്ല ശൈലിയും അതുപോലെ തന്നെ നല്ല വിഷയവുമായിട്ടുള്ള, എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് പ്രഭാഷകൻ.